അപ്പോൾ ശരി, മൈലേജിൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് ഞാൻ അത്ര എന്തോ ഒരു കൺവിൻസ് അല്ല കേട്ടോ. 23 കിട്ടുന്നെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ ഒരു ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പിന്നിൽ നിങ്ങളിപ്പോൾ ടാറ്റ ആൾട്രോസ് കാണുന്നുണ്ട്. അപ്പോൾ ടാറ്റ ആൾട്രോസിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഈ ഒരു വീഡിയോയിലേക്ക് വരാനുള്ള കാരണം പറയാം. അതായത് നമ്മൾ നെക്സോൺ EV മാക്സിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഓടിക്കുന്ന ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതും എത്ര കാശ് ലാഭിക്കുക എന്നുള്ളതും എത്ര കാലം കൊണ്ട് ആ പൈസ മുതലാവും എന്നുള്ളതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസർ ആ ഒരു കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ട് ആ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തു. അതിനുശേഷം പല ആളുകളും പല വണ്ടികളുടെയും ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ടാറ്റ ആൾട്രോസിന് നമുക്കൊരു ഓണർഷിപ്പ് ചെയ്യാം. അതിന് കാരണം എന്ന് പറയുന്നത് ടാറ്റ ആൾട്രോസിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മോഡലുകളൊക്കെ തന്നെ നമ്മൾ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ടാറ്റ ആൾട്രോസ് ആണ്. ടാറ്റ ആൾട്രോസ് മാത്രമല്ല, ടാറ്റ ആൾട്രോസിൻ്റെ ഒരു ഉപഭോക്താവായിട്ടുള്ള ഒരാൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കാര്യങ്ങളും എന്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു ആൾട്രോസ് മേടിച്ചു എന്നുള്ളതും എത്ര കിലോമീറ്ററായി, എങ്ങനെയാണ് ഓട്ടം എന്നുള്ളതും എല്ലാ കാര്യങ്ങളും പറയാം. അതായത് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു ആൾട്രോസ് എന്തുകൊണ്ട് ചൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരു അറിവ് പോലെ ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വണ്ടിയിലേക്ക് പോകാം. വണ്ടിക്ക് പോയിട്ട് ആളെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ആ വണ്ടിയിൽ ഒരു യാത്ര പോകാം, ചെറിയൊരു യാത്ര. ആ ഒരു യാത്രയിൽ ഉടനീളം ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിക്കാനുള്ളതാണ്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ടാറ്റ ആൾട്രോസ് ആണ്. നമുക്കിന്ന് ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ചെയ്യാനുള്ളത്. ഗുഡ് മോർണിംഗ്. ഇദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയാം, പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ ആൽബിൻ തോമസ്. ഓക്കെ, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ആലുവയിൽ വർക്ക് ചെയ്യുന്നത്. വീട് ആലുവയിൽ തന്നെയാണ്? വീട് കൊല്ലത്താണ്. വീട്. ഓക്കെ, അഞ്ചലിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റ ആൾട്രോസിലേക്ക് വന്നാൽ ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് ആണ് ടാറ്റയുടെ ആൾട്രോസ്. അപ്പോൾ എന്തുകൊണ്ട് ആൾട്രോസ് മേടിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ചോദിക്കാനുള്ളതാണ്. അതല്ലാണ്ട് ഹാപ്പിയാണോ വണ്ടിയിൽ? ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ 2 വർഷം 2 മാസമായി വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുവരെ അറൗണ്ട് 53,000 കിലോമീറ്റേഴ്സ് ആയി. അത്ര ഓടിയിട്ടുണ്ടല്ലേ? അത്ര ഓടിയിട്ടുണ്ട്. ഓക്കെ, മൈലേജിലാണെങ്കിലും വണ്ടിയുടെ കംഫർട്ടിലാണെങ്കിലും എല്ലാം ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമുക്കൊരു യാത്ര പോയാലോ? ഓക്കെ, ഷുവർ. യാത്ര പോകുന്ന പറയുമ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ അന്ന് ആ ഒരു നെക്സോൺ EV മാക്സിൽ പോയ പോലെ തന്നെയാണ് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഡ്രൈവ്, അതായത് ഒരു ഇൻഫർമേഷൻ ഡ്രൈവ് അല്ലേ. വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സംസാരം തുടങ്ങാം. ഇപ്പോൾ നമ്മളുള്ളത് കളമശ്ശേരിയാണ്. ആലുവയിലാണ് വീട്. അപ്പോൾ കളമശ്ശേരി നമ്മൾ കണ്ടൻ റോഡിലാണുള്ളത് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ ഞാൻ പൊതുവെ ഒരു ചെറിയൊരു ഇൻട്രഷൻ പോലെ പറയാനുണ്ടോ. ഇവിടെ പൊതുവെ ഞാൻ വണ്ടി ഓടിക്കാൻ ഒരാളുടെ കാര്യം എന്ന് പറയുന്നത് നല്ല റോഡാണ്, അത്യാവശ്യം ഒന്ന് ഓടിച്ചു നോക്കാനുള്ള സ്ഥലമുണ്ട്, ട്രാഫിക് ഉണ്ടാവില്ല. ട്രാഫിക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ആ ഒരു ലൈറ്റ് റെഡ് ആയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് അടുത്ത ഒരു ലോട്ട് വരുന്നതിന് ഗ്യാപ്പിൽ നമുക്ക് ഓടിച്ചങ്ങ് പോകാം. മനസ്സിലായില്ലേ? ആ ഒരു ഉദ്ദേശം കൊണ്ടാട്ടോ. ശരി, ബ്രോയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്താണ് വീട്, അഞ്ചലിലാണ് വീട് എന്ന് പറഞ്ഞു. ഇവിടെ കൊച്ചി വന്നിട്ട് എത്രയായി? കൊച്ചി വന്നിട്ട് ഞാനിപ്പം 3 years ആവുന്നു. ഓക്കെ, ഞാൻ പഠിച്ചതൊക്കെ കൊച്ചിയിലാണ്. അതിനുശേഷം ഫസ്റ്റ് ഇയർ ഞാൻ വർക്ക് ചെയ്തത് മുംബൈയിലായിരുന്നു. മുംബൈയിൽ 1 year വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ ഇവിടെ വന്ന് 3 years ആവും. 3 വർഷം അല്ലേ? 3 വർഷം. ഫാമിലി എല്ലാം ഇവിടെ, വൈഫും ഇവിടെ വർക്കിംഗ് ആണ്. അപ്പം ഞങ്ങൾ ആലുവയിൽ ഇപ്പം താമസിക്കുന്നു. ശരി, ആൾട്രോസിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഒരു വാഹനം ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഏത് വണ്ടിയായിരുന്നു യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റും? ഞാൻ എത്തിയോസ് ലിമയാണ് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം എൻ്റെ അങ്കിളുടെ വണ്ടികളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ സൈലോ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ ഹോണ്ട സിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ എത്തിയോസ് ലിവയാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എത്തിയോസ് ലിവ, അതുപോലെ സൈലോ, അങ്ങനെയുള്ള വണ്ടികളിൽ നിന്ന് ഈ ഒരു ഹാച്ച് ബാക്കിലേക്ക് വരാൻ എന്തായിരിക്കും കാരണം? എനിക്ക് ഞാൻ ഡെയിലി വണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം എനിക്കാണെങ്കിൽ പാർക്കിങ്, ട്രാവലിങ്ങിൽ എനിക്കൊരു കംഫർട്ട്, ആ ഒരു കാര്യത്തിലാണ് ഞാൻ പ്രത്യേകിച്ച് കൊച്ചിയെ പോലെ ടൗണിൽ നമ്മൾ പാർക്കിംഗ് കാര്യങ്ങൾ നോക്കണം. അപ്പോൾ പിന്നെ എൻ്റെ വൈഫിനോട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടാറ്റ ഓൾട്രോസിലേക്ക് എത്തിയത്. 3 കാര്യങ്ങളാണ്: ഫാമിലിക്ക് ഉപയോഗിക്കണം, പിന്നെ രണ്ടാമത് പാർക്കിംഗ് കാര്യങ്ങളാണ്, പിന്നെ എനിക്ക് വണ്ടി മോഡൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടാറ്റയോടുള്ള ഒരു ആഗ്രഹം, അതിൽ ഞാൻ നെക്സോണും ഓൾട്രോസും ഉണ്ടായിരുന്നു. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഓൾട്രോസിൽ എത്തിച്ചേരാൻ പറ്റി. പിന്നെ എൻ്റെ ഏറ്റവും ഒരു കൺഫ്യൂഷനാണ് വോക്സ് വാഗൺ പോളോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് 3ലും ഒരു കൺഫ്യൂഷനായിട്ട് ഇരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ടാറ്റ ഇത്രയും ഒരു എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയി വന്നത് ഈ ഒരു 3-4 വർഷത്തിലാണ്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം നമ്മളൊരു വണ്ടി എടുക്കുമ്പം ഫ്രണ്ട്സിനോടും എല്ലാവരോടും ചോദിക്കുമല്ലോ. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് വോക്സ് വാഗൺ എടുത്തോ, അല്ലെങ്കിൽ മാരുതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സജഷൻ വന്ന്. പക്ഷേ എനിക്ക് ടാറ്റ ഓൾട്രോസിൻ്റെ ആ ഒരു ലുക്സും ഞാൻ ആദ്യം 1-2 റിവ്യൂ ഒക്കെ കേട്ടു. അപ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിങ് റിവ്യൂ ആണ്.
അപ്പോൾ അതിൽ ഞാൻ കണ്ടപ്പം എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, മറ്റുള്ളവരുടെ ആ ഒരു റിവ്യൂസും ഇഷ്ടപ്പെട്ടു. അതിലുപരി ഒരു ഇന്ത്യൻ വാഹനം ടാറ്റ എനിക്ക് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു, പാട്രിയോട്ടിക്കായിട്ട്. അപ്പം അങ്ങനെ ഞാനാണ് ഈ വണ്ടിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇന്ത്യൻ കാറുകളിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇൻഡിക്ക കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ആൾട്രോസിലേക്ക് വരുമ്പോൾ ടാറ്റ അല്ലെങ്കിൽ ആൾട്രോസ് അല്ല ടിയാഗോ, ആ ഒരു സമയത്ത് തന്നെ ആൾട്രോസും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വരുമ്പോൾ ടാറ്റ കുറേ മാറിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ പുതിയ വണ്ടി വാങ്ങുന്ന ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രോയും പറഞ്ഞു ആ ഒരു കാര്യമുണ്ട് വണ്ടി വാങ്ങാനായിട്ടെന്നുള്ളത് പറഞ്ഞു അല്ലേ? അതെ. അപ്പോൾ വാങ്ങാൻ, അതായത് ഇതിന് മോഡലുകൾ കുറച്ചുണ്ടല്ലോ. ഇപ്പോൾ ഡീസൽ ഉണ്ടായിരുന്നു, പെട്രോൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു മോഡൽ കൂടി പറയുമോ? ഞാൻ പെട്രോൾ വണ്ടി ആണ് എനിക്ക് താല്പര്യമുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആദ്യം ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ ഡ്യുവൽ ടോൺ കളർ ആയതുകൊണ്ട് എനിക്ക് ആ ബ്ലാക്ക് അതിനോടൊരു താല്പര്യം തോന്നില്ല. ഇത് സെക്കൻഡ് ടോപ്പ് മോഡലല്ല, സെക്കൻഡാണ്. അപ്പം ഇതിൻ്റെ അലോയ് വീൽസ് ആണെങ്കിലും വണ്ടിയുടെ ബാക്കിയുള്ള ലുക്സ് ആണെങ്കിലും എല്ലാം കൊണ്ട് എനിക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇതെടുക്കുന്നത്. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആളാണ്. എൻ്റെ നാട് അഞ്ചൽ, കൊല്ലം ആയതുകൊണ്ട് എൻ്റെ വൈഫിൻ്റെ വീട് കോട്ടയമാണ്. അപ്പം ഞങ്ങൾ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ട്രാവലിങ്ങിന് ഉള്ള ഡിക്കി സ്പേസ് ആണെങ്കിലും ഞങ്ങൾക്ക് മെറ്റീരിയൽസൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും എല്ലാത്തിനും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിലുപരി ഞാൻ അന്ന് എടുത്തൊരു ഡിസിഷനിൽ എനിക്ക് ഇന്ന് വളരെ ഹാപ്പിയാണ്. ഞാൻ ടാറ്റ ഓൾട്രോസ് എടുത്തതിൽ ഞാൻ വളരെ ഹാപ്പി. കാരണം 53,000 ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് പറയണം എന്ന് തന്നെയാണ്. ഞാൻ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയണം. അപ്പം രണ്ടും നോക്കുമ്പോൾ എനിക്ക് പോസിറ്റീവ്സ് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഒരു വണ്ടി വാങ്ങുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഈ പ്രശ്നം എന്ന് പറയുന്നത് പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി വന്നിട്ട് നമുക്ക് അധികം സമയം കിട്ടില്ല. റിവ്യൂ ഒക്കെ കാണുക പറയുമ്പോൾ എല്ലാം ഫസ്റ്റ് ഡ്രൈവ് ആണ്, അല്ലാണ്ട് ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ് ഒന്നും അല്ല. അതായത് എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ ഒരു വണ്ടി വന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പണിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്, ലോഞ്ചിങ് അല്ലേ കാണുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്ക് കുറച്ച് കാലത്ത് ഓടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് ഒരു കസ്റ്റമറുടെ വായിൽ നിന്ന് കേൾക്കാന്നുള്ളത് തന്നെയാണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ 53,000 കിലോമീറ്റർ, 53,128 പ്രിസൈസ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ ഓടിച്ചപ്പോൾ ഓവറോൾ ഫ്യൂവൽ എഫിഷ്യൻസി എത്ര കിട്ടുന്നുണ്ടാവും ശരിക്കും? ഞാൻ കൂടുതലും നൈറ്റാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പം ഇവിടെ നിന്ന് ഒരു 9 o'clock സ്റ്റാർട്ട് ചെയ്യും. ഒരു 1 o'clock 1:30 ഞാൻ അഞ്ചലിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ക്രൂയിസ് കൺട്രോൾ ഇട്ട് പോകുമ്പോൾ ആരും വിശ്വസിക്കില്ല, ആവറേജ് എനിക്ക് 23 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. നോർമലി എബവ് 20 എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ ഡേ ടൈമിൽ നമ്മുടെ സിറ്റിക്കകത്തുള്ള സിറ്റി മോഡ് ഡ്രൈവിൽ എനിക്ക് 17, 18, 19 ആവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരി, മൈലേജിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് ഞാൻ അത്ര എന്തോ കൺവിൻസ് അല്ല. 23 കിട്ടുന്നു പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ ഒരു രാത്രി ആയതുകൊണ്ടായിരിക്കും. അതെ, ആ ഒരു ടൈമിൽ ട്രാഫിക് കുറവായതുകൊണ്ടും ആ ഒരു എക്കോ മോഡിൽ ആയതുകൊണ്ട് മാത്രമാണ് അത് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് മെയിൻ്റനൻസിന്റെ കാര്യം പറയും. അത് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അത് മാത്രമല്ല, അന്ന് ഈ വണ്ടി വാങ്ങുമ്പോൾ എന്ത് വില വന്നിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഞാനിത് വണ്ടി എടുക്കുന്നത് 2020 October 1 അപ്പം എനിക്കന്ന് പ്രീ ബുക്കിംഗ് 2 മാസം ടൈം എടുത്തായിരുന്നു, ബുക്കിംഗ് ടൈം. അപ്പം ആ സമയത്ത് എനിക്ക് ഓവറോൾ കോസ്റ്റ് ആയത് 8,73,000 ആണ്. ഇപ്പോൾ ഒബിയസ്ലി അത് കൂടിയിട്ടുണ്ട്. എനിക്ക് അന്ന് എല്ലാം കൂടെ ആയത് 8,73,000 ആണ്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് പാർട്ടാണ്. ശരിക്കും 10,000 കിലോമീറ്ററാണല്ലോ സർവീസ് അല്ലേ? 10,000 വർഷത്തിലൊരിക്കൽ അതോ ഓട്ടം കൂടുതലുള്ളതുകൊണ്ട് 15,000 ആണ്. 15,000 ആണ് കുറച്ചുകൂടി ഇന്റർവെല് മാറി അല്ലേ? ഓ, അത് ശരി. എന്നാലും ഇത്രയും ഓടിയിട്ടുള്ള സ്ഥിതിക്ക് ഇത് ഫ്രീക്വന്റ് ആയിട്ട് സർവീസ് സെന്റർ പോയിട്ടുള്ള വണ്ടി കൂടി ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയാ? അപ്പൊ ടാറ്റയുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ആളുകൾ സ്കെപ്റ്റിക്കൽ ആവുക എന്ന് പറയുന്നത് സർവീസിന്റെ കാര്യത്തിലായിരിക്കും, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതിലേക്കാണ്. കാരണം ഞാൻ ഈ വണ്ടി എടുത്ത റിവ്യൂ ഒക്കെ ചോദിക്കുമ്പോഴും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴും എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു ടാറ്റ സർവീസിനെ പറ്റി. പക്ഷേ ഞാനിപ്പോൾ 53,000 ആയതുകൊണ്ട് എനിക്കെല്ലാം 15,000 കിലോമീറ്റേഴ്സ് സർവീസ് ഉണ്ട്. ഞാൻ സർവീസിന് നല്ല കംഫർട്ടാണ്. എൻ്റെ വണ്ടിക്കുണ്ടാവുന്ന ഇപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും ഞാൻ സർവീസ് സെൻറ്റർ, ഞാൻ മലയാളം മോട്ടോഴ്സ് ആലുവയിൽ നിന്നാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും നന്നായിട്ട് അവരത് മാനേജ് ചെയ്യുന്നുണ്ട്, അത് മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ആ സർവീസിൽ ഞാൻ ഹാപ്പിയാണ്. ആസ് എ കസ്റ്റമർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുമ്പോഴേ ക്വസ്റ്റൻ എന്ന് പറയാനല്ല ചോദിക്കാനില്ല, കാരണം അത്
ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ലോങ് പോകുന്ന ആളാണ്, അതെ, എപ്പോഴും വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ റൈഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ഹാൻഡ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് സ്പീഡിൽ കാല് കൊടുത്ത് തിരിച്ച് ഓടിച്ചാൽ അതല്ലല്ലോ, കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സസ്പെൻഷൻ കാണുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റിയെ കാണുന്നത്, എങ്ങനെയാണ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ പെർഫോമൻസ് ആ കാര്യത്തിൽ? ഞാൻ അധികം ഭയങ്കര സ്പീഡിൽ ഒക്കെ ഓടിക്കുന്ന ഒരു വ്യക്തിയല്ല. അത്യാവശ്യം ആവശ്യം വന്ന സ്പീഡ് കയറും, അങ്ങനെയുള്ളേ ഉള്ളൂ. ശരി. അപ്പം വണ്ടിയുടെ സസ്പെൻഷൻ ആണ് ഞാൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാനും ഫാമിലി എല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ലോങ് ഡ്രൈവില് ഞങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം 3.5 hours ഒക്കെ ഒറ്റ സ്ട്രെച്ചിന് ഡ്രൈവ് ചെയ്യേണ്ട വന്നാൽ പോലും ഞാൻ നൈറ്റിലെ കാര്യമാണ് പറയുന്നത്. നൈറ്റിൽ ഞാൻ ട്രാവൽ ചെയ്യേണ്ട വന്നാൽ പോലും ഞാൻ കാര്യമായിട്ട് ടയേർഡാവോ ഒന്നും ചെയ്യാറില്ല വണ്ടി. പിന്നെ എനിക്ക് ഏറ്റവും ഇതിനകത്ത് അട്രാക്റ്റീവായിട്ട് തോന്നിയത് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളൊട്ടും മടുക്കില്ല. എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ടാറ്റ ഓൾട്രോസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്, സ്റ്റിയറിംഗ് ആണ്. അതിൽ ഞാൻ എൻ്റെ ഒരു കൺഫർമേഷൻ ഞാൻ തരുന്നു. ഞാനും നല്ല ഹാപ്പിയാണ്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വണ്ടി വാങ്ങുമ്പോൾ 5 സ്റ്റാർ സേഫ്റ്റിയുടെ ഒരു കാര്യമൊക്കെ അന്നത്തെ സമയത്ത് സംസാരിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അതും കൂടി ഫാക്ടർ ആയിരുന്നു. അത് റിയലി ഫാക്ടർ ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യമാണ് എനിക്കതിൽ തോന്നുന്നു. നമ്മൾ പ്രത്യേകിച്ച് മലയാളീസ് ആണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുന്നത്, നമ്മൾ 3 കാര്യം നോക്കും. വണ്ടി മൈലേജ് നോക്കും, റേറ്റ് നോക്കും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു അഭിപ്രായവും ഒരു റിവ്യൂസും നമ്മൾ നോക്കും. ഉറപ്പായിട്ടും അതിൻ്റെ അത് നമ്മൾ ചേർക്കാത്തൊരു കാര്യം, ഇതെല്ലാം നോക്കണം. മൈലേജ് നോക്കണം, റേറ്റ് നോക്കണം, ഫ്രണ്ട്സിന്റെ ഒപ്പീനിയൻ നോക്കണം. പക്ഷെ അതോടൊപ്പം ഒരു കാര്യത്തോടെ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി. അത് വിദേശങ്ങളാണെങ്കിൽ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേഫ്റ്റിക്കാണ്. അപ്പൊ ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യം പറയല്ല. നമ്മൾ ഇപ്പൊ ഒത്തിരി പേര് മാറുന്നുണ്ട് കേട്ടോ, ഇപ്പൊ ഒത്തിരി മാറുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു കാര്യത്തിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ ഇപ്പൊ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് നോക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത് ബാക്ക് സീറ്റ് കംഫർട്ടിനെ കുറിച്ചാണ്. നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് എത്രത്തോളം റിലവൻസ് ഉണ്ടെന്നുള്ളതല്ല, എന്നാലും ബാക്കിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യിപ്പിച്ചിട്ടുണ്ടാവില്ല ആളുകളെ, ഫാമിലിയൊക്കെ. ബാക്ക് സീറ്റ് കംഫർട്ട് എങ്ങനെയുണ്ട്? നല്ലതാണ് കേട്ടോ. കാരണം ഞാൻ ഫാമിലി ആയിട്ടാണ് ഞാൻ പോളോ ഓടിക്കാൻ പോയത്. അപ്പം അതിൽ ഞാൻ ഒരു വണ്ടീനെ പറ്റി നെഗറ്റീവ് പറയല്ല. അപ്പം ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നിയില്ല. അപ്പം അത് എൻ്റെ ഫാമിലിക്കാണെങ്കിലും ആ വണ്ടി അത് വേണ്ട എന്നുള്ളൊരു ഒപ്പീനിയൻ എത്താൻ അതാണ് ഒരു റീസൺ. അത് ശരി. അതെ അതെ അതെ, ബാക്ക് സീറ്റ് കംഫർട്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പൊ എന്റെ ഫാദേഴ്സ് പേരൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വരുമ്പോൾ കൂടുതൽ അമ്മയൊക്കെ ബാക്കിലായിരിക്കാറ്. അപ്പം അമ്മയ്ക്ക് കിടക്കാനൊക്കെ സൗകര്യമായിട്ട്, അപ്പം അമ്മയും ബാക്കി ഇരിക്കുമ്പോഴത്തേന് അവർ നല്ല കംഫർട്ടാണ്. അമ്മയും പപ്പയാണെങ്കിലും നല്ല കംഫർട്ടാണ്. അതെനിക്ക് ഈ വണ്ടിയിലേക്ക് എത്താൻ ഒരു കാരണമായിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തോന്നുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എനിക്ക് അറിയില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ ബ്രോയെ കുറിച്ച് പറയാം. എന്താണ് ഹോബി? സിനിമ കാണാറുണ്ടോ? എന്തൊക്കെയാണ്? സിനിമ കാണാറുണ്ട്. ഞാൻ ക്രിക്കറ്റാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ അടുത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒരു CA ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് നാരായണൻ എന്ന് പറഞ്ഞ പുള്ളി ഞങ്ങളെല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ ടൂർണമെന്റിന് പോയി. ജയിച്ചൊന്നും ഇല്ല, 3 മാച്ച് ഉണ്ടായിരുന്നു, 2 ജയിച്ചു. എന്നാലും ഫൈനലൊന്നും എത്തിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഹോബി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ മൂവി കാണും. എൻ്റെ ഫാമിലിക്കും വൈഫിനാണെങ്കിലും എൻ്റെ ബ്രദറിനാണെങ്കിലും ഒക്കെ മൂവി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നല്ല പടങ്ങളും മിക്കതും പോയി കാണും. അപ്പോൾ സന്തോഷം. അതായത് ചില ദിവസങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചില ആളുകളായിട്ട് പങ്കിടുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബ് ശരിക്കും തീർത്ത് കിട്ടിയെന്നുള്ള തന്നെയാണ്. എന്തായാലും ടാറ്റ ആൾട്രോസ് നിങ്ങൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചു, 50-53 കിലോമീറ്റർ, അതായത് 1 ലക്ഷം ആവട്ടെ 1.5 ലക്ഷം ആവട്ടെ, കുറെ ദൂരം ഓടിക്കാൻ പറ്റട്ടെ. അത് മാത്രമല്ല, ഇനിയുള്ള വണ്ടികൾ വാങ്ങുമ്പോഴും നമുക്ക് ഇതുപോലെ കൺസ്യൂമർ റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമർ റിവ്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരാം. വണ്ടിപ്രാന്തൻ എന്ന് പറയുന്ന ചാനലിൽ നിങ്ങളെ പോലെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്യാനായിട്ട് എന്തായിരുന്നു പ്രേരിപ്പിച്ച ഘടകം? അതായത് വണ്ടിപ്രാന്തം കാണാറുണ്ടോ അതോ അതല്ലെങ്കിൽ എന്തായിരുന്നു? ഞാൻ കാണാറുണ്ട്, എൻ്റെ ബ്രദറും കാണാറുണ്ട്. അപ്പം ഞാൻ കാണുന്ന ഒരു ചാനലിൽ എനിക്കൊരു റിവ്യൂ കൊടുക്കാൻ പറ്റുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ അതാണ് കാര്യം. അപ്പൊ അതാണ് കാര്യം, അത്രേ ഉള്ളൂ. അതായത് ഓണർഷിപ്പ് റിവ്യൂ ചെയ്യുന്നുള്ള പ്ലാൻ കുറച്ചായിട്ടുണ്ട്. നെക്സോൺ EV മാക്സിൻ്റേത് അങ്ങനെ ഒരു കാര്യമായിരുന്നു. കൂടാതെ ഇപ്പോൾ ആൾട്രോസ് ആയി, അടുത്ത വണ്ടികൾ ഇനിയും വണ്ടികൾ വരും. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടും തന്നെ കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തില്ല, ബെല്ലൈക്കൺ ഇല്ല. എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്ത് നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യണം. എന്തെങ്കിലും അറിയാലോ. ഇതുപോലെ വണ്ടി മേടിച്ച് ഉപയോഗിക്കുന്ന ആളുകളോട് നമ്മൾ ഫോൺ ചെയ്ത് അവരുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഇങ്ങനെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുമ്പോൾ നമുക്കൊരാളെ കൂടുതലായിട്ട് പരിചയപ്പെടാൻ പറ്റുക, അദ്ദേഹത്തെ അറിയാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു സുഹൃത്തിനെ കൂടി ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.